സിനിമാ മേഖലയിലെ മറ്റൊരു തർക്കത്തിന് വഴിവെച്ചിരിക്കുകയാണ് നടൻ ഉണ്ണി മുകുന്ദനെതിരെ മുൻ മാനേജർ വിപിൻ കുമാർ നൽകിയ പരാതി. എറണാകുളം ഇൻഫോ പാർക്ക് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 6 വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. നടൻ കരണത്തടിച്ചെന്നും വധഭീഷണി മുഴക്കിയെന്നും ഉണ്ണിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു. കഴിഞ്ഞ 6 വർഷമായി ഉണ്ണി മുകുന്ദന്റെ മാനേജറായി പ്രവർത്തിച്ചു വരികയാണ് വിപിൻ കുമാർ. ടൊവിനോയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതിനാലാണ് ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചതെന്ന് വിപിൻ കുമാർ പറയുന്നു. ഉണ്ണി മുകുന്ദൻ തന്നെ ഫോണിൽ വിളിച്ചു, നേരിട്ട് കാണുമെന്ന് ആവശ്യപ്പെട്ടു. പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് താൻ പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല. ഇതിനിടയിലാണ് അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ അപ്രതീക്ഷിതമായി കാക്കനാട്ടെ തന്റെ ഫ്ളാറ്റിലെത്തി ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചത്. താരസംഘടനയായ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും വിപിൻ പരാതി നൽകിയിട്ടുണ്ട്. ഫെഫ്ക അംഗം കൂടിയാണ് വിപിൻ. വിപിന്റെ പരാതി പരിശോധിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റിയെ ഫെഫ്ക ചുമതലപ്പെടുത്തി. 2 ദിവസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ 24നോട് പ്രതികരിച്ചു. പരാതി നമുക്ക് ഇന്നലെയാണ് ലഭിച്ചത്. ഇന്നിപ്പോൾ അത് ഞാൻ നമ്മളുടെ വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള സോഹൻ സീനുലാലിനോട് ആ പരാതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ചർച്ച നടത്താനും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരെനിക്ക് ഒരു 1-2 ദിവസത്തിനുള്ളിൽ അവരുടെ ഒരു റിപ്പോർട്ട് എനിക്ക് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പരാജയപ്പെട്ടതിന്റെ മാനസിക നിരാശയിലാണ് ഉണ്ണി മുകുന്ദൻ എന്നാണ് അടുത്ത ബന്ധമുള്ളവർ പറയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റിലെത്തി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് പരാതിയിൽ കഴമ്പില്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. അവിടെ തർക്കത്തിനപ്പുറം പരാതിയിൽ പറയുന്ന പ്രകാരമുള്ള മർദ്ദനം നടന്നിട്ടില്ല എന്നാണ് കണ്ടെത്തൽ. വിശദമായ അന്വേഷണം എന്ന ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24.